സാൽമൊണല്ല ഇൻഫെക്ഷൻ ഓർ സാൽമൊണലോസിസ് കോമൺ ആയിട്ട് ചോദിക്കുന്നത് ഷോർട്ട് ആൻസർ ആയിട്ട്. അതേപോലെ ടൈഫോയിഡിൻ്റെ ബേസിൽ ഷോർട്ട് ആൻസർ ചോദിക്കാൻ പറ്റും. ഗെൻട്രിക് ഫീവറിൻ്റെ ബേസിലും സാൽമൊണല്ലയുടെ ഷോർട്ട് ആൻസർ ചോദിക്കാം. Salmonella are antigenically complex, comprises of 6 species, which in turn comprises of several serotypes based on their surface antigen. The human serotype belongs to the Salmonella enterica subspecies enterica, which can be further divided into 2 clinical groups. അപ്പം സാൽമൊണല്ല എന്നുള്ളത് ആൻറ്റിജനിക്കലി കോംപ്ലെക്സ് ആണ്, കൺസിസ്റ്റ് ഓഫ് 6 സ്പീഷീസ് ബേസ്ഡ് ഓൺ സർഫേസ് ആൻറ്റിജൻ. സെവറൽ സീറോടൈപ്സും ഉണ്ട്. ദെൻ ഹ്യൂമൻ സെറോടൈപ്പ് ബിലോങ് ടു സാൽമൊണല്ല എൻറ്ററിക്കയുടെ സബ്സ്പീഷിയാണ് എൻറ്ററിക്ക. ഇനി ഇത് ക്ലിനിക്കലി രണ്ട് ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ടൈഫോയിഡൽ സാൽമൊണല്ല ആൻഡ് നോൺ ടൈഫോയിഡൽ സാൽമൊണല്ല. Typhoidal salmonella serotype S. typhi and S. paratyphi A, B and C. Typhoidal salmonella എന്ന് പറയുമ്പോൾ സെറോടൈപ്സ് ഏതൊക്കെയാണ്? S. salmonella typhi and salmonella paratyphi A, B and C. They are restricted to human host in which they causes enteric fever. ഇത് ഹ്യൂമൻ ഹോസ്റ്റിൽ മാത്രം റെസ്ട്രിക്ട് ചെയ്തവർ കോസ് ചെയ്യുന്ന എൻട്രിക് ഫീവറാണ്. ടൈഫോയിഡ് ഓർ പാരാടൈഫോയിഡൽ ഫീവർ എന്ന് വിളിക്കും. Characterized principally by the bacteremia and multiple system involvement. And therefore the വേറെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ദി ബാക്ടീരിയമia ഇൻക്രീസ് ഇൻ ദി ബാക്ടീരിയ ഇൻ ബ്ലഡ് ആണ്. Then non-typhoidal salmonella or NTS. The remaining serotypes can colonize in the intestine of a broad range of animals, including mammals, reptiles, birds, and insects. And they also infect human, causing blood-borne gastroenteritis and occasionally septicemia. ഇപ്പോൾ നോൺ ടൈഫോയിഡൽ സാൽമൊണല്ല ആണെന്നുണ്ടെങ്കിൽ റിമൈനിങ് ആയിട്ട് വരുന്ന സീറോടൈപ്സ് ഒക്കെ നോൺ ടൈഫോയിഡൽ സാൽമൊണല്ലയാണ്. ആദ്യം പറഞ്ഞത് ABC, ഇവിടെ റിമൈനിങ് ആയിട്ടുള്ള എല്ലാ സീറോടൈപ്സും. They colonize in the intestine of a broad range of animals. In the intestine land colonize ചെയ്യുന്നത് animal, mammals, reptiles, birds, insects etc. They also infect human, causing foodborne gastroenteritis and occasionally septicemia. ഇത് ഇൻ ഡീറ്റെയിൽ പറയുന്നുണ്ട്. Non-typhoidal salmonella. Non-typhoidal salmonella includes the pathogenic salmonella other than S. typhi and S. paratyphi A, B and C. Majority of infections due to NTS are caused by Salmonella typhimurium and Salmonella enteritidis, followed by S. Newport, S. Javiana, S. Heidelberg, S. Choleraceus and S. Dublin. നേരത്തെ പറഞ്ഞത് സാൽമൊണല്ല ടൈഫി ആൻഡ് സാൽമൊണല്ല ടൈഫിയുടെ A, B ആൻഡ് C സ്ട്രെയിനിനെ വെച്ചിട്ടാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് ഈ 3 സ്ട്രെയിൻ മാത്രമല്ല, മെജോറിറ്റി ഇൻഫെക്ഷൻ ഓഫ് നോൺ ടൈഫോയിഡൽ സാൽമൊണല്ല കോസ് ചെയ്യുന്നത് കൂടാതെ ഈ പറഞ്ഞ സ്ട്രെയിൻസും കോസ് ചെയ്യുന്നുണ്ട്. നോൺ ടൈഫോയിഡൽ സാൽമൊണല്ല വേഴ്സസ് ടൈഫോയിഡൽ സാൽമൊണല്ല തമ്മിലുള്ള ഡിഫറൻസാണ് ഇനി പറയാൻ പോകുന്നത്. സാൽമൊണല്ല ടൈഫോയിഡ് നോൺ ടൈഫോയിഡൽ സാൽമൊണല്ലയ്ക്കുള്ളതും ടൈഫോയിഡൽ സാൽമൊണയ്ക്കില്ലാത്തതുമായിട്ടുള്ള കുറച്ച് ഡിഫറൻസ്. സൂനോട്ടിക്കാണ്. നോൺ ടൈഫോയിഡൽ സാൽമൊണല്ല എന്ന് പറയുമ്പം സൂനോട്ടിക്കാണ്. സൂനോട്ടിക് എന്ന് പറയുമ്പം ദേ ആർ ആനിമൽ വെച്ചിട്ട് ഇൻഫെക്റ്റ് ആവുന്നതാണ്, ആനിമൽ റിസർവോയർ ഉള്ളതാണ്. വേറെ ടൈഫോയിഡൽ സാൽമൊണല്ല ആർ സ്ട്രിക്ട്ലി ഹ്യൂമൻ പാത്തോജൻസ് കാരണമാണ് സ്പ്രെഡ് ആവുന്നത്. ദെൻ ട്രാൻസ്മിഷൻ ഓഫ് non-typhoidal salmonella is most commonly associated with animal food products, especially egg, poultry, undercooked meat and dairy products. Typhoidal salmonella are mainly waterborne ആണ്. എന്നാൽ നോൺ ടൈഫോയിഡൽ സാൽമൊണല്ല എന്നുള്ളത് ആനിമൽ ഫുഡ് പ്രൊഡക്ട്സിൽ നിന്നിട്ടായിരിക്കും അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും സ്പ്രെഡ് ആവുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. Then resistance. Compared to other enteric gram-negative pathogens, Salmonella are relatively resistant to many environmental factors such as drying, salting, smoking and freezing. This explains why they survive in diverse range of food. എന്തുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞ എഗ്ഗ്, പോൾട്രി, അണ്ടർ കുക്ക്ഡ് ഗ്രൗണ്ട് മീറ്റ് ആൻഡ് ഡയറി പ്രൊഡക്ട്സ് ഒക്കെ വൈഡ് റേഞ്ച് ഓഫ് ഫുഡ്സ് ആയിരുന്നു. എന്തുകൊണ്ട് ഇതിലൊക്കെ നിൽക്കുന്നത്? ബിക്കോസ് ദേ ആർ റിലേറ്റീവ്ലി റെസിസ്റ്റൻ്റ് ആണ് ടു മെനി എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് like drying, salting, smoking and freezing. Then they are gram-negative pathogen ഉണ്ട്. സീസണാലിറ്റി ഇത് കൂടുതലായിട്ട് റെയിനി സീസണിലായിരിക്കും കൂടുതൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ കാണാൻ പറ്റും. ആൻഡ് ഡ്യൂറിങ് ദി വാമർ മന്ത്സ് ഇൻ ടെമ്പറേറ്റ് ക്ലൈമറ്റ് കോയിൻസൈഡിങ് വിത്ത്
ദി പീക്ക് ഇൻ ഫുഡ് ബോൺ ഔട്ട്ബ്രേക്സ്. ഇത് എൻവയറമെൻ്റൽ ഫാക്ടേഴ്സ് ഒന്നും കാര്യമായിട്ട് ബാധിക്കുന്നില്ല അവരെ. സോ ഇത് റെയിനി സീസണിലും അതേപോലെ തന്നെ ടെമ്പറേറ്റ് ആയിട്ടുള്ള സീസൺ, വാമർ മന്തിലും ഒക്കെ കാണുന്നുണ്ടാകും. ഇത് ഫുഡ് ബോൺ ഔട്ട്ബ്രേക്കാണ് ഉണ്ടാക്കുന്നത്. ഫുഡ് ബോൺ ആണ് ട്രാൻസ്മിഷൻ. പ്രിവലൻസ്. Non-typhoidal salmonella are widely prevalent in developed as well as developing country. Typhoidal salmonella are mainly confined to developing country. The worldwide non-typhoid salmonella causes more than 90 million infections and 1.5 lakh deaths annually. Outbreaks of non-typhoidal salmonella are common in hospitals and typhoidal salmonella ആണെങ്കിൽ കോമൺ ഔട്ട്ബ്രേക്ക് വരുന്ന കമ്മ്യൂണിറ്റിയിലാണ്. നോൺ ടൈഫോയിഡൽ സാൽമണല്ല ആണെങ്കിൽ ഹോസ്പിറ്റൽസിലായിരിക്കും കോമൺ ആയിട്ട് ഔട്ട്ബ്രേക്സ് വരാറുള്ളത്. പാത്തോജനസിസ് എടുക്കും. ഇറ്റ് ഇസ് സിമിലർ ടു ദാറ്റ് ഓഫ് എൻട്രിക് ഫീവർ എക്സെപ്റ്റ് ദാറ്റ് ഇൻ നോൺ ടൈഫോയിഡൽ സാൽമണല്ല ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ആയിരിക്കും കോമൺ ആയിട്ട് വരുന്നത്. കൂടാതെ മാസീവ് ന്യൂട്രോഫിലിക് ഇൻഫിൽട്രേഷൻ ഇൻ ടു ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസ, ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസിലേക്ക് മാസീവ് ആയിട്ടുള്ള ന്യൂട്രോഫിൽ ഇൻഫിൽട്രേഷൻസ് വരുന്നുണ്ട്. And in contrast to enteric fever where there is a mononuclear cell infiltration വരുന്നുള്ളൂ. ഇപ്പോൾ പറഞ്ഞ അത്രയൊന്ന് സമ്മറൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഫസ്റ്റ് പറഞ്ഞത് സാൽമണല്ല ഇൻഫെക്ഷനെ കുറിച്ചിട്ടാണ്. ദർ ആൻറ്റിജനിക്കലി കോംപ്ലക്സ് ആണ്, കൺസിസ്റ്റ് ഓഫ് 6 സ്പീഷീസ് based on surface antigen. There are several serotypes. Human serotype belonging to Salmonella enterica subspecies and enterica. They are clinically divided into 2 groups which are typhoidal salmonella and non-typhoidal salmonella. Typhoidal salmonella എന്ന് പറയുമ്പോൾ serotypes S typhi, salmonella typhi and salmonella paratyphi A, B and C ആണ് ഇൻക്ലൂഡ് ആവുന്നത്. ഇത് enteric fever കോസ് ചെയ്യും, characterized by bacteremia and multisystem involvement. Non-typhoidal salmonella or NTS എന്ന് പറയുമ്പോൾ റിമൈനിങ് സെറോടൈപ്സ് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. റിമൈനിങ് സെറോടൈപ്പ് കൊളോണൈസ് ചെയ്യും ഇൻഡസ്റ്റൈൻ ഓഫ് ആനിമൽസ് ആൻഡ് ഇത് ഇൻഫെക്റ്റ് ചെയ്യും ഫുഡ് ബോൺ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ഒക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത്. ഒക്കേഷണൽ സെപ്റ്റിസീമിയ വരും. ഇത് ഇൻഫെക്റ്റ് ചെയ്യുന്നത് ഹ്യൂമൻ ത്രൂ ആണ്, ഫുഡ് ബോൺ ആയിട്ട്. Non-typhoidal salmonella. Non-typhoidal salmonella includes pathogenic salmonella other than salmonella typhi and salmonella paratyphi A, B, C. നേരത്തെ A, B, C മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി ഇത് കൂടാതെ വേറെ കുറേ സ്ട്രെയിൻസും ഉണ്ട് നോൺ ടൈഫോയിഡൽ സാൽമണല്ലയ്ക്ക്. ഇൻഫെക്ഷൻ മെജോറിറ്റി ആയിട്ട് കോസ് ചെയ്യുന്നതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സാൽമണല്ല ടൈഫിമ്യൂറിയം, സാൽമണല്ല enteritis and also followed by salmonella newport, salmonella javiana, salmonella heidelberg, salmonella cholerasis and salmonella dublin. Non-typhoidal salmonella versus typhoidal salmonella ഡിഫറൻസ് നേരത്തെ പറഞ്ഞു. സൂനോട്ടിക് ആയിട്ട് വരുന്നത് നോൺ ടൈഫോയിഡൽ സാൽമണല്ലയാണ്, വേറെ ടൈഫോയിഡൽ ആണെങ്കിൽ അത് പാത്തോജനിക് ആയിരിക്കും. ദെൻ ട്രാൻസ്മിഷൻ പറയുമ്പോൾ നോൺ ടൈഫോയിഡൽ സാൽമണല്ല ആനിമൽ ഫുഡ് പ്രൊഡക്ട്സിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇപ്പം ടൈഫോയിഡൽ സാൽമണല്ല എന്നുള്ളത് വാട്ടർ ബോൺ ആണ്. ദെൻ റെസിസ്റ്റൻസിൻ്റെ കേസ് എടുക്കുമ്പോൾ ഗ്രാം നെഗറ്റീവ് പാത്തോജൻസ് സാൽമണല്ല റിലേറ്റീവ്ലി റെസിസ്റ്റൻറ്റ് ടു എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. നോൺ സാൽമണല്ലസ് എല്ലാം തന്നെ റെസിസ്റ്റൻറ്റ് ടു എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആണ്. ദേ ആർ ഗ്രാം നെഗറ്റീവ് പാത്തോജൻസ്. ഇത് റിലേറ്റീവ്ലി റെസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ റെയിനി സീസണിലും വാമ സീസൺസിലും ഒക്കെ കാണും. ഇത് ഫുഡ് ബോൺ ഔട്ട്ബ്രേക്സ് ആണ് ഉണ്ടാകുന്നത്. പ്രിവലൻസ് എടുക്കുമ്പോഴത്തേക്കും നോൺ ടൈഫോയിഡൽ സാൽമണല്ല വൈഡ്ലി പ്രിവലൻ്റ് ഇൻ ഡെവലപ്പിംഗ് ആൻഡ് ഡെവലപ്ഡ് കൺട്രീസിൽ കാണാറുണ്ട്. വേറെ ടൈഫോയിഡൽ ആണെങ്കിൽ കൺഫൈൻഡ് ടു ഡെവലപ്പിംഗ് കൺട്രീസ്. ഔട്ട്ബ്രേക്സ് എടുക്കുമ്പോഴത്തേക്കും നോൺ ടൈഫോയിഡൽ സാൽമണല്ല ഹോസ്പിറ്റലിലായിരിക്കും കോമൺ ആയിട്ട് ഔട്ട്ബ്രേക്സ് വരുന്നത്. വേറെ ടൈഫോയിഡൽ സാൽമണല്ല ആണെന്നുണ്ടെങ്കിൽ കോമൺലി കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ്. പാത്തോജൻസിസ് എടുക്കുമ്പോഴത്തേക്കും നോൺ ടൈഫോയിഡൽ സാൽമണല്ല ആണെന്നുണ്ടെങ്കിൽ മാസീവ് ന്യൂട്രോഫിലിക് ഇൻഫിൽട്രേഷൻ വരുന്നുണ്ട്. ഇവിടെ ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസയിൽ. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് വരുന്നുണ്ട്. ഇൻഫെക്ഷൻസ് വിത്ത് നോൺ ടൈഫോയിഡൽ സാൽമണല്ല most often results in gastroenteritis characterized by nausea, vomiting, watery diarrhea, fever and onset of abdominal cramp 6 to 48 hours after ingestion of contaminated blood. Gastroenteritis എന്ന് പറയുമ്പം characterized by nausea, vomiting, watery diarrhea, fever and onset of abdominal cramp 6 to 4 hours after ingestion of contaminated food. Gastroenteritis are caused by non-typhoidal salmonella is usually self-limited. Diarrhea resolved within 3 to 7 days. Diarrhea ഉണ്ടാവും gastroenteritis ബിക്കോസ് നേരത്തെ പറഞ്ഞ നോസിയ, വോമിറ്റിംഗ്, വാട്ടറി ഡയറിയ, ഫീവർ, ഓൺസെറ്റ് ഓഫ് അബ്ഡോമിനൽ ക്രാമ്പ്. അതുപോലെ ഡയറി ഉണ്ടെങ്കിലും ഇത് സെൽഫ് ലിമിറ്റിംഗ് ഡയറി ആയിരിക്കും. ദേ റിസോൾവ് വിത്തിൻ 3 to 7 days.
Patient excrete the organism in stool even after 4 to 5 weeks after infection. ഇൻഫെക്ഷന് ശേഷം 4 to 5 weeks പേഷ്യൻ്റ് എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ടാവും ഓർഗാനിസത്തിനെ ഇൻ സ്റ്റൂൾ. ലെസ് ദാൻ 1% കോസസ് ക്രോണിക് കാരിയേഴ്സ്. ക്രോണിക് കാരിയേഴ്സ് ആണെങ്കിൽ എക്സ്ക്രീറ്റ് ബാസിലെ ഫോർ മോർ ദാൻ 1 year. നൗ ബാക്ടീരിയമീയ. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് മാത്രമല്ല ഉണ്ടാക്കുന്നത്, ബാക്ടീരിയമീയ ഉണ്ടാക്കും. ബ്ലഡിൽ ബാക്ടീരിയയുടെ അളവ് കൂട്ടും. Up to 8% of patients with non-typhoidal salmonella gastroenteritis develop into bacteremia. Gastroenteritis ഉള്ളവർക്കാണ് ബാക്ടീരിയമീയ ആയിട്ട് ഡെവലപ്പ് ആവുന്നത്, അതും non-typhoidal salmonella ഉള്ളവർക്ക്. And which leads to either endovascular infections or seedling to various organisms leading to metastatic localized infection. അതിപ്പോൾ പറയുന്നത് എന്താണ് മെറ്റാസ്റ്റാറ്റിക് ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പം ഫസ്റ്റ് എന്താ, പേഷ്യൻ്റ് വിത്ത് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ആണെന്നുണ്ടെങ്കിൽ ബാക്ടീരിയ ഉണ്ടാവും, വിച്ച് ഫർദർ ലീഡ്സ് ടു എൻഡോവാസ്കുലർ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും. വാസ്കുലർ അല്ല, വെസൽസിലൊക്കെ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും. ഓർ സീഡ്ലിംഗ് ടു വേരിയസ് ഓർഗൻസിലേക്കൊക്കെ സ്പ്രെഡ് ആവും ആൻഡ് ലീഡ്സ് ടു മെറ്റാസ്റ്റാറ്റിക് ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻസ്. നോൺ typhoidal salmonella serotypes. Most common being S. choleraesus and S. dublin. Age, infant and elderly people are at higher risk. HIV in other conditions with low immunity ഉള്ളവർക്കും ബാക്ടീരിയ എളുപ്പം കാണാൻ പറ്റും, സ്പ്രെഡ് ആവും. Endovascular infections such as endocarditis and arthritis occurs rarely in people with a pre-existing vascular heart disease. Pre-existing vascular heart disease ഉള്ളവർക്ക് endocarditis as well as arthritis develop inflammation of arteries or inflammation of endocardium. Endocardium ഹാർട്ടിലെ ഒരു ലെയറാണ്. ദെൻ മെറ്റാസ്റ്റാറ്റിക് ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ നേരത്തെ പറഞ്ഞത് ഇവിടെ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻട്രോ അബ്ഡോമിനൽ ഇൻഫെക്ഷൻസ് സച്ച് ആസ് ഹെപ്പാറ്റിക് ഓർ സ്പ്ലെനിക് അബ്സസ് ഓർ കോളിസിസ്റ്റൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് സിസ്റ്റിക് ഡക്ട് എൻഡോൾ. ദെൻ ഹെപ്പാറ്റിക് ഓർ സ്പ്ലെനിക് അബ്സസ് വരാം. Then NTS meningitis. NTS is non-typhoidal salmonella meningitis common in adult with HIV infection and infant. കാരണം HIV ഇൻഫെക്ഷൻ ഉള്ളവർക്കും ഇൻഫൻസിലും ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ മെനിഞ്ചൈറ്റിസ് ഇൻഫെക്ഷൻ ഓഫ് മെനിഞ്ചസ് ഒക്കെ വേഗം സ്പ്രെഡ് ആവും, മെനിഞ്ചസിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവും. പൾമണറി ഇൻഫെക്ഷൻ സച്ച് ആസ് ലോബർ ന്യൂമോണിയ ആൻഡ് ലങ് ആബ്സസ്. UTI ഈസ് ഇൻ പീപ്പിൾ വിത്ത് അണ്ടർലൈങ് റീനൽ സ്റ്റോൺസ് ഓർ യൂറിനറി ട്രാക്ട് അബ്നോർമാലിറ്റീസ് ഉള്ളവർക്ക് UTI വരും. UTI എന്ന് പറയുമ്പോൾ പൈലോനെഫ്രൈറ്റിസ് ആൻഡ് സിസ്റ്റൈറ്റിസ് ആയിരിക്കും കോമൺ ആയിട്ട് കാണുന്നത്. ജെനൈറ്റൽ ട്രാക്ട് ഇൻഫെക്ഷൻ ഇൻക്ലൂഡ്സ് ഒവേറിയൻ, ടെസ്റ്റിക്കുലർ ആബ്സസ്, പ്രോസ്റ്റാറ്റിസ് and epididymitis. Salmonella osteomyelitis, it is commonly associated with sickle cell disease, pre-existing bone diseases or hemoglobinopathies. Then reactive arthritis or Raynaud syndrome seen in a person with HLA-B27 histocompatibility antigen. HLA-B27 എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഷിഗല്ലയിലാണ്. ഷിഗല്ലയുടെ പോസ്റ്റ് ഇൻഫെക്ഷൻ ടൈമിൽ ചില പീപ്പിൾസിന് HLA-B27 സ്ട്രെയിൻ കാണുന്നുണ്ടാവും, അവർക്കാണ് റേറ്റഡ് സിൻഡ്രോം വരാൻ ചാൻസ്. ഒന്ന് സമ്മറൈസ് ചെയ്യാണ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ളത്. ആദ്യം പറഞ്ഞത് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ആണ്. It is characterized by nausea, vomiting, watery diarrhea, fever and onset of abdominal cramp 6 to 48 hours after ingestion of contaminated food. അത് non-typhoidal സാൽമൊനെല്ലയുടെ മാനിഫെസ്റ്റേഷൻസ് ആണ്. ആൻഡ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ആ ടൈമിൽ ഡയറിയ ഉണ്ടാവും, പക്ഷേ ഡയറിയ 3 to 7 days കൊണ്ട് സെൽഫ് ലിമിറ്റിംഗ് ആയിട്ട് റിസോൾവ് ആവും. പേഷ്യൻ്റ് എക്സ്ക്രീറ്റ് ഓർഗാനിസം ഇൻ സ്റ്റൂൾ 3 to 5 days ആഫ്റ്റർ ഇൻഫെക്ഷൻ ഓൾസോ. ആൻഡ് ഇത് ക്രോണിക് കാരിയേഴ്സ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ മോർ ദാൻ 1 yearലേക്കും എക്സ്ക്രീറ്റ് ബാസിലായി. ബാക്ടീരിയമീയ അപ് ടു 8% ഓഫ് പേഷ്യൻ്റ് എന്താ non-typhoidal salmonella gastroenteritis develops into bacteremia which leads to either endovascular infections or seedling to various organs leads to metastatic localized infection. അത് ഇനി പറയും. ആൻഡ് ഇവിടെ ലോ ഇമ്മ്യൂണിറ്റി ഉള്ളവർക്ക് ഈസിലി ബാക്ടീരിയമ സ്പ്രെഡ് ആകും. ലോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇൻഫൻറ്റും എൽഡർലി പീപ്പിൾസും ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്.
Endovascular infections such as endocarditis and arthritis occurs rarely in people. കാരണം പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാസ്കുലർ ഹേർട്ട് ഡിസീസ് ഉള്ളവർക്കാണ് എൻഡോകാർഡൈറ്റിസ് ആൻഡ് ആർത്രൈറ്റിസ് കോമൺ ആയിട്ട് കാണുന്നത്. മെറ്റാസ്റ്റാറ്റിക് ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻസ് സച്ച് ആസ് ഇൻട്രാ-അബ്ഡോമിനൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഏതൊക്കെ? ഹെപ്പാറ്റിക് ആൻഡ് സ്പ്ലീനിക് ആബ്സസ്, കോളിസിസ്റ്റൈറ്റിസ്, NTS മെനിഞ്ചൈറ്റിസ് എന്ന് പറയുമ്പോൾ കോമൺ ഇൻ അഡൾട്ട് വിത്ത് HIV ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫൻസ്. അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട്. പൾമണറി ഇൻഫെക്ഷൻസ് വരാം, UTIs വരാം, ജെനിറ്റൽ ട്രാക്ട് ഇൻഫെക്ഷൻസ് വരാം, സാൽമണല്ല ഓസ്റ്റിയോമൈലൈറ്റിസ് വരാം, ആൻഡ് റിയാക്റ്റീവ് ആർത്രൈറ്റിസ് എസ്പെഷ്യലി ഫോർ ദോസ് വിത്ത് HLA-B27. HLA-B27 കാണുന്നത് ഷിഗല്ലയിലാണ്. ഷിഗല്ലയുടെ പോസ്റ്റ് ഇൻഫെക്ഷൻ ടൈമിൽ HLA-B27 ചില പേഷ്യൻസിൽ കാണാൻ പറ്റും. അങ്ങനെയുള്ളവർക്കാണ് റിയാക്റ്റീവ് ആർത്രൈറ്റിസ്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. ട്രീറ്റ്മെൻറ്റ് എൻട്രിക് ഫീവർ ആണെന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യും ഏർലി തന്നെ. ബട്ട് നോൺ ടൈഫോയിഡൽ സാൽമണല്ല ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലൂയിഡ് റീപ്ലേസ്മെൻ്റ് ആയിരിക്കും ചെയ്യുന്നത്. Antibiotics use is associated with increased rate of carriers and relapse. Hence, it is limited only to invasive non-typhoidal salmonella infections or severe gastroenteritis having higher risk of developing invasive infections. Drug given are similar to that of enteric fever. ഇവിടെ നോൺ ടൈഫോയിഡൽ സാൽമണല്ല ആണെന്നുണ്ടെങ്കിലും enteric ഫീവറിൽ കൊടുക്കുന്ന ഡ്രഗ്സ് ഒക്കെ കൊടുക്കും. ബട്ട് ആൻറ്റിബയോട്ടിക്സ് ഏർലി സ്റ്റാർട്ടാക്കില്ല. ഡ്രഗ്സ് ഏതൊക്കെയാണ്? സിപ്രോഫ്ലോക്സാസിൻ and ceftriaxone. Drug resistance. Non-typhoidal salmonella are more drug resistant than typhoidal salmonella. MDS strain of non-typhoidal salmonella are resistant to more than 5 drugs. അത് പഠിക്കാൻ വേണ്ടിയിട്ട് ACSSUT അത് ഓർത്താൽ മതി. അസെറ്റ് എന്ന് പറഞ്ഞാൽ ACSSUT. ആംബിസിലിൻ, ക്ലോറാംഫെനിക്കോൾ, സ്ട്രെപ്റ്റോമൈസിൻ, സൾഫോണമൈഡ് ആൻഡ് ടെട്രാസൈക്ലിൻ. MDS strain of non-typhoidal salmonella are resistant. Then increased use of ceftriaxone and ciprofloxacin to treat MDR strain leads to emergence of resistance to ceftriaxone. So increased use of ceftriaxone and ciprofloxacin യൂസ് കൂടുന്തോറും MDR strainൻ്റെ റെസിസ്റ്റൻസും കൂടി വരും. അങ്ങനെ ഈ രണ്ട് ഡ്രഗിനോടും MDR strain കൂടുതൽ റെസിസ്റ്റൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും, റെസിസ്റ്റൻസ് കാണിക്കും. Ceftriaxone ആണെങ്കിൽ ഡ്യൂ ടു പ്രൊഡക്ഷൻ ഓഫ് AMPC ബീറ്റ ലാക്ടമേസും, ആൻഡ് സിപ്രോഫ്ലോസാസിനോടാണെങ്കിൽ ഡ്യൂ ടു ദി പോയിന്റ് മ്യൂട്ടേഷൻ ഇൻ DNA ഗ്രയസ് ജീൻ. ഇത്രയാണ് സാൽമണല്ലയെ കുറിച്ചിട്ട് പറയാനുള്ളത്. താങ്ക് യു.